വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ഒരു പിടിയും കിട്ടുന്നില്ല ആലോചിച്ചിട്ട്. അതുകൊണ്ട് തന്നെ കൊള്ളാവുന്നൊരു ബിരിയാണിക്കാരൻ മിൽമയുടെ അമൂലിന്റെ നെയ്യ് കൊടുത്താൽ അംഗീകരിക്കില്ല. സത്യമാണോടു? അതെ, അത് നീ മാത്രം തീരുമാനിച്ചാൽ മതി. ഞങ്ങളാരും പൊതുവെ മിൽമയുടെ അമൂലിന്റെ ബട്ടറോ ഗീയോ ഒന്നും ഉപയോഗിക്കാറില്ല. സമ്മതിച്ചേ? ആണല്ലോ. ഓ, എനിക്കത് അറിഞ്ഞാ മതി. സത്യം സത്യമായി പറയുന്നവനായി രാജാക്കന്ന്. ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് ഇതിന്റെ പരിപാടി? ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. അറിയില്ല. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. വീട്ടിൽ ഉപയോഗിക്കുന്ന മിൽമയുടെ നെയ്യ് 500 രൂപയാവും. ഞങ്ങളാരും പൊതുവെ മിൽമയുടെ അമൂലിന്റെ ബട്ടറോ ഗീയോ ഒന്നും ഉപയോഗിക്കാറില്ല. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. വീട്ടിൽ ഉപയോഗിക്കുന്ന മിൽമയുടെ നെയ്യ് 500 രൂപയാവും. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. വീട്ടിൽ ഉപയോഗിക്കുന്ന മിൽമയുടെ നെയ്യ് 500 രൂപയാവും. പോയേ കയ്യിന്ന് പോയേ പിന്നെയും പോയേ. എടാ നാറി, നിനക്ക് നാണമുണ്ടോ?